ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ നന്ദുവായിട്ട് ഫോൺ വിളിച്ചതിന് ശേഷം അനി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക മുറിയിലേക്ക് കയറി വരുന്നത്. ദേ അതെ എന്നും പറഞ്ഞു, കയ്യിലൊരു കവറുണ്ട്. ഇത് അനിയേട്ടനുള്ള ഡ്രസ്സാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കോന്ന് ചോദിച്ചു അനി. അപ്പൊ അതെ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങാൻ പോയായിരുന്നേ. അപ്പോ കണ്ടു, 1-2 ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അനിയേട്ടന് വേണ്ടി എടുത്തു, ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അനി അത് വാങ്ങിച്ചു നോക്കി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണല്ലോ എന്ന് അനി പറയുന്നു. അപ്പൊ അതെനിക്കറിയാം, അതുകൊണ്ടാ ഇത് തന്നെ വാങ്ങിയതെന്ന് അവന്തിക പറയുക. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അല്ല, ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, നല്ല ഡ്രസ്സല്ലേ എന്ന് ചോദിച്ചു അനി. അങ്ങനെയെങ്കിലേ നാളത്തെ 3-ാം മാസ ചടങ്ങില് അനിയേട്ടൻ ഇത് വേണം ഇടാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനി ഞെട്ടി. ഇതോ? അല്ല, എനിക്ക് അതിന് ഞാൻ വേറൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ അനിയേട്ടാ, ഇത് നാളത്തെ ഫംഗ്ഷന് ഇടാൻ വേണ്ടിയിട്ടേ ഞാൻ അനിയേട്ടന് വേണ്ടി വാങ്ങിച്ചതാ കേട്ടോ. ഇതിട്ടോണ്ട് വന്നില്ലെങ്കിലേ എനിക്ക് ഭയങ്കര വിഷമാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന്തിക നിൽക്കുമ്പം, അല്ല അത് ഞാനേ അതിന് വേണ്ടിയിട്ട് ഷർട്ടും പാൻറ്റും ഒക്കെ മാറ്റി വെച്ചല്ലോ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനിപ്പോ എന്താ കുഴപ്പം, അത് വേറൊരു ദിവസം ഇട്ടുകൂടെ എന്ന് ചോദിച്ചു. അനി പെട്ടു. ഇതെന്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ അനിയേട്ടനെ ടേസ്റ്റ് നോക്കിയിട്ടാ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോ ഇത് അനിയേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞു. പിന്നെന്താ, നാളെ ഇട്ടുകൊണ്ട് വന്നാൽ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോഴും അനി പെട്ട് നിൽക്കും. എന്റെ പൊന്ന്, ഇത് വലിയ തൊല്ലയായല്ലോ എന്നും പറഞ്ഞ് അനി നിൽക്കാം. ഇത്രയ്ക്കൊന്നും ആലോചിക്കാനില്ല കേട്ടോ. നാളെ രാവിലെ ഞങ്ങൾക്കൊപ്പം വരുമ്പോ അനിയേട്ടന്റെ ഡ്രസ്സ് ഇതായിരിക്കണം, കേട്ടല്ലോ? ഇനി ഒന്നും പറയണ്ട, അല്ലെങ്കിലേ അനിയേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ലാന്ന് എനിക്ക് കരുതേണ്ടി വരുമെന്നും അവന്തിക അനിയോട് പറയുക. ഇത് ഞാൻ മുത്തശ്ശനോടും അനിയന്റെ വല്യമ്മയോട് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല, അതൊന്നും വേണ്ട, ഞാനിത് തന്നെ ഇട്ടോളാമെന്ന് അനി. പിന്നെ അല്ല, എനിക്കിത് പാകമൊക്കെ ആവുമോ? അതിപ്പോ തന്നെ ഇട്ട് നോക്കിക്കോ. പാകമാവാതൊന്നും ഇരിക്കത്തില്ലെന്നേ. അപ്പോ 42 അല്ലേ സൈസ്? അപ്പൊ 42 എനിക്ക് കുറച്ച് ലൂസായിരിക്കും. അപ്പൊ ഫിറ്റ് ആയാലല്ലേ കുഴപ്പമുള്ളൂ, ലൂസായാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഞാൻ അങ്ങ് പറച്ചിലും തുടങ്ങി. അപ്പോ ഇതായിരിക്കും നാളെ അനിയേട്ടന്റെ വേഷം. അപ്പൊ ഗുഡ് നൈറ്റേ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് അവന്തിക്ക് അവിടെ നിന്ന് പോയി. അനി എന്റെ പൊന്നേന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇപ്പൊ തന്നെ നന്ദുവിനെ വിളിച്ചു പറയാം എന്നും പറഞ്ഞാൽ നമ്മുടെ അനി ഫോൺ എടുത്ത് വിളിച്ചു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ദൈവമേ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. ഞാൻ വിളിക്കണ്ടെന്ന് കരുതിയ ആയിരിക്കും അവള് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. നാളെ ഇനി ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ പോയി അവളിനോട് പിണങ്ങുമല്ലോ. അത് മാത്രമല്ല, ഞാൻ കൊടുത്ത സാരി ഉടുത്തോണ്ടാ അവള് വരുന്നേ. അപ്പൊ പിന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. അതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി. നമ്മുടെ മുത്തശ്ശി പോകാനായിട്ട് റെഡിയായി. മുത്തശ്ശനാണെങ്കിൽ ധൃതി കൂടുതലാണ് മുത്തശ്ശിയെ പറഞ്ഞു വിടാനായിട്ട്. അപ്പൊ താനിതൊരു ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന്റെ കാര്യം ഒന്നും പറയണ്ട, ഞാൻ ചെയ്തോളാവേ എന്നും പറഞ്ഞു നിൽക്കുന്നു. അപ്പൊ എനിക്ക് തന്നെ പേടിയാ, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താൻ ചിലപ്പോൾ ചെയ്തില്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കും. വീഡിയോ കോളിന്റെ കാര്യം അല്ല, ഒന്നുകൂടെ നോക്കണോ? എന്റെ പൊന്നെ വേണ്ട, ഇന്നലത്തോടെ എല്ലാം എനിക്ക് തറവായിട്ടുണ്ടെന്ന് മുത്തശ്ശി. അത് മതി, ഇനി അറിയില്ല എന്നും പറഞ്ഞ് വിളിക്കാതിരിക്കണ്ട. അതെ, ഈ പ്രായത്തില് എനിക്ക് ഇത്തിരി കഷ്ടപ്പാട് തരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോടോ? നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് മുന്നിൽ നിന്ന് എല്ലാം ചെയ്യേണ്ടതാ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാട്ടോ. ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയായോ? എനിക്ക് പ്രതീക്ഷ തോന്നിട്ട് എന്നെ നിരാശപ്പെടുത്തിയേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം മുത്തച്ഛന്ന് ചിരിച്ചു. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തോളാവെന്ന് പറഞ്ഞു. ആരും കാണാതിരിക്കാനും മാക്സിമം നോക്കാവെന്നും പറഞ്ഞു. പോരെ, പിന്നെ പിടിക്കപ്പെട്ട എന്നെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. അപ്പൊ അതില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോ തന്നെ എല്ലാവരും നെറ്റ് ചുളിക്കുമെന്നും പറഞ്ഞ്, കാരണമേ എനിക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാണല്ലോ എന്നും മുത്തശ്ശി പറയാ. ഇതൊക്കെ എപ്പോ പഠിച്ചെന്ന് എല്ലാരും എന്നോട് കുറിച്ച് ചിന്തിക്കില്ലേ? അതൊക്കെ താൻ എന്നോട് ഇപ്പൊ സംസാരിച്ചപ്പോ തന്നെ അനി മനസ്സിലാക്കിയ കാര്യമല്ലടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ താൻ വിചാരിക്കാൻ വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും നയനമോൾക്ക് നല്ല വിഷമമുണ്ടെന്നും ആദർശനും അതുപോലെ വിഷമമുണ്ടെന്നും മുത്തശ്ശി പറയാം. ഇദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കാത്തതില് അവർക്ക് സങ്കട. അപ്പൊ തൽക്കാലം ഒന്നിനും മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ലടോ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അങ്ങനെ ഒരു സാഹചര്യമല്ല ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളതെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിരുന്നു. മുത്തശ്ശി അന്നേരം അവിടെ നിൽക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്ന അനി റെഡി ആവുകയാണെ. അനിയാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇവളെന്തിനാ ഈ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അനി ഇങ്ങനെ അവിടെ നിൽക്കും. അനി നന്ദുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പിന്നെയും വിളിക്കുന്നു. പക്ഷെ നന്ദുവിന്റെ ഫോണിലേക്ക് കോള് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്തിക അങ്ങോട്ടേക്ക് വന്നു. അവന്തിക വന്നപ്പോഴത്തേക്കും നമ്മുടെ അനി ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. അത് കണ്ടപ്പോൾ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം. അനിയേട്ടാ എന്നും പറഞ്ഞ് വന്നൊരു വിളി.
അപ്പൊ ആ എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവന്തിക്ക് വലിയ ചിരിയൊക്കെ ചിരിച്ചു വന്നിട്ട് ആഹാ ദേ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു ഭയങ്കര ഇത്. അപ്പൊ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്നൊന്നും അല്ല, നന്നായിട്ടുണ്ടെന്നും എന്റെ സെലക്ഷൻ അടിപൊളിയാണെന്നും അവന്തിക പറയാ കേട്ടോ. അപ്പൊ നീ സെലക്ട് ചെയ്തിട്ട് നീ തന്നെ അടിപൊളിയെന്ന് പറഞ്ഞാൽ മതിയോന്ന് ചോദിച്ചു അനി. അല്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അനിയേട്ടാ, പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവന്തിക അനിയുടെ കയ്യും പിടിച്ച അനിയെ അതിലെ കൊണ്ടുപോവുക. എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു. അപ്പോൾ അനി ഇങ്ങ് വന്നപ്പോ മുത്തശ്ശ നോക്കിക്കേ ഇതെങ്ങനെയുണ്ട്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേ. മുത്തശ്ശൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അനിയേട്ടന് വേണ്ടി വാങ്ങിക്കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ചടങ്ങിനെ ഇടാൻ പറ്റിയ ഡ്രസ്സാണെന്ന് മുത്തശ്ശി പറയാം. അപ്പൊ കേട്ടല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവന്തിക നിൽക്കുമ്പം അല്ല എനിക്കും തോന്നിയതാണെന്ന് പറഞ്ഞു. അപ്പൊ തോന്നിയിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു അവന്തിക. പനിയൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അല്ല മുത്തശ്ശി മരുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. മുത്തശ്ശൻ ഭാവമൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ അത് ചോദിക്കുന്നത് ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു മുത്തശ്ശി. അഹങ്കാരം അല്ലാതെ പിന്നെ എന്താ എന്നും ചോദിച്ചു മുത്തശ്ശൻ അന്നേരം ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ദേ ഇറങ്ങി വരുന്നു നമ്മുടെ ജാനകി ഇറങ്ങി വന്നപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കല്ലേ. അവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ജാനകി. എന്നിട്ട് ഈ ഷർട്ടും കൊണ്ടൊക്കെ നോക്കിയിട്ട് കൊള്ളാലോ എന്ന് പറഞ്ഞു. അല്ല അച്ഛൻ വന്നില്ലേ എന്നും ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പത്തേക്കും ജയൻ അങ്ങോട്ടേക്ക് വന്നു. ഒരാളിപ്പോ ചോദിച്ചതേ ഉള്ളൂ, അതിന്റെ മറുപടി ഞാനാ പറഞ്ഞത്. അപ്പൊ അടുത്ത ആള് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. പുകഞ്ഞ കൊള്ളി പുറത്താ, അത് കൊച്ചുമകനായാലും അവന്റെ ഭാര്യ ആയാലും ഇനി അവരുടെ ചടങ്ങിന് ആരും എന്നെ പ്രതീക്ഷിക്കണ്ട എന്നും പറഞ്ഞു മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അവന്തിക ഉള്ളിൽ ചിരിക്കുക നിന്ന്. എന്നാ പിന്നെ ഞങ്ങൾ പോട്ട് വരാച്ചാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ പോകുന്നതൊക്കെ കൊള്ളാം, അവിടുത്തെ ഫംഗ്ഷനൊക്കെ എല്ലാവരും വീഡിയോയിൽ പകർത്തിയെന്നിരിക്കും, ഫോട്ടോയും ഒക്കെ എടുക്കും, അതാരും എന്നെ കാണിക്കാൻ വന്നേക്കണ്ടെന്നും മുത്തശ്ശൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാ. ബിസിനസ് ചെയ്യാൻ മാത്രമല്ല നന്നായിട്ട് അഭിനയിക്കാനും അറിയാം എന്ന് മുത്തശ്ശി അന്നേരം പതുക്കെ മനസ്സിൽ പറയാട്ടോ. എന്നാ എല്ലാവരും പോയിട്ട് വാ എന്നും പറഞ്ഞ് എല്ലാവരെയും കൂടെ മുത്തശ്ശി യാത്രയാക്കുന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മുത്തശ്ശി തിരിഞ്ഞു നോക്കി ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചപ്പോൾ ഡൺ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ കൈകൊണ്ട് കാണിച്ചു. മുത്തശ്ശൻ തിരിച്ച് അതുപോലെ കാണിച്ചു. അതിനുശേഷം പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. ആദർശം നയനയും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുമായി ഒരുപാട് കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണേ എന്ന് ഭഗവാന്റെ മുന്നിൽ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജലജയെ കാണിക്കുന്നത്. ജലജയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അപ്പോഴത്തേക്കും അബിയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും ആഘോഷിക്കാൻ പോയില്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ആഘോഷിക്കട്ടെ, നന്നായിട്ട് ആഘോഷിക്കട്ടെ എന്ന് നവ്യ. അവർ ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം, ഇനി അതിന്റെ കൂടെ അടുത്ത വല്ല ഗൂഢാലോചന നടക്കുമെന്ന് എന്റെ പേടി എന്നൊക്കെ അബി ഇങ്ങനെ പറയാ നവ്യോട്. ഇവളുടെ അമ്മ ഇവളെ വിളിച്ച് കള്ളക്കഥകൾ ഓരോന്നുണ്ടാക്കി പറഞ്ഞെങ്കിലും ഇവളതൊന്നും വിശ്വസിച്ചിട്ടില്ലല്ലോ, അതിന്റെ ഷോക്കായിരിക്കും ഇപ്പൊ എല്ലാവർക്കും. എടാ ഇനി എന്ത് കള്ളക്കഥ ആര് പറഞ്ഞാലും ശരി എനിക്ക് എല്ലാവരെയും മനസ്സിലായി കഴിഞ്ഞുവെന്ന് നവ്യ പറയാം. പിന്നെ അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നീ ഭയക്കേ വേണ്ടാന്നും പറഞ്ഞു. എന്റെ പൊന്നോ, ഇങ്ങനൊരമ്മയെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അല്ല മുൻപും കനക അങ്ങനെ തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ വീട്ടിലേക്ക് വരാനുള്ള കാരണം അത് കനകയുടെ സാമർത്ഥ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവരെന്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ചതോടെ ഞാനും അവരും തമ്മിൽ യാതൊരു ബന്ധമില്ലാണ്ടായെന്നും എനിക്കിനി അവരെ അങ്ങനെ ഒരു അച്ഛനും അമ്മയും അനിയത്തി ഇല്ല എന്നും ഈ നവ്യ ഇവിടെ നിന്ന് ഇവരോട് പറയുമ്പോൾ അമ്മയും മോനും നിന്ന് അങ്ങ് ചിരിക്കുക. നന്ദു ഇനി എന്നെ കള്ളക്കേസ് കൊടുക്കുമെന്ന് എന്റെ ഒരു പേടി എന്ന് അഭി പറയുമ്പം ഇനിയും നിന്നെ കുടിക്കാലും പഴയതുപോലെ അവൾക്ക് നിന്നെ അങ്ങനെ ജയിലിൽ കിടത്താനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു നവ്യ. നമ്മൾക്കിപ്പോ സഹായങ്ങൾ തരുന്നത് ഡേവിഡ് സാറാണെന്ന കാര്യവും പറഞ്ഞ് അദ്ദേഹം നിന്റെ മുത്തശ്ശനേക്കാളും സ്വാധീനമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് നവ്യ നിന്നങ്ങ് പ്രസംഗിക്കുമ്പം അവര് പറഞ്ഞ ജോലി എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം, ജ്വല്ലറിയുടെ മാനേജർ കസേരയിൽ എനിക്ക് ഇരിക്കാൻ വേണമെന്ന് അഭി. അതിനുവേണ്ടി തന്നെ ഞാൻ ഈ കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുവാണ്. അഭിയുടെയും ജലജയുടെയും നവ്യയുടെയും പ്ലാനിങ് ഒക്കെ കേട്ടോണ്ട്. അപ്പൊ ഞെട്ടി അച്ഛൻ വരുന്നത് കണ്ടപ്പോ ജലജ ഈശ്വര കേട്ടോ. അപ്പത്തേക്ക് അബി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അബിയും പേടിച്ചു പോയി, മുത്തശ്ശൻ കേട്ടല്ലേ എന്ന്. അപ്പോഴേക്കും അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഒരു വിളി. അവർക്കൊപ്പം അച്ഛൻ വരാതിരുന്നത് എന്തുകൊണ്ട് നന്നായി കേട്ടോ അച്ഛാ. അച്ഛന് കരി വന്നിട്ടും പാടില്ല, അച്ഛൻ ഇവിടെ ഉള്ളപ്പം അമ്മയും ഇവിടെ നിൽക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ കിട്ടിയ അവസരം മുതലെടുക്കാം. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല എന്നും വസുന്ധരയ്ക്ക് ആദർശനോടും നയനയോടും ഒരു ദേഷ്യവും ഇല്ല എന്നും പിന്നെ അയാളെന്തിനാ പോവാതിരിക്കുന്നതെന്നും മുത്തശ്ശൻ ചോദിക്കും. അപ്പൊ ജലജയും നവ്യയും കൂടെ ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല
മുത്തശ്ശന് പോവാത്തതിൽ വിഷമമുണ്ടോ എന്ന് അഭി ചോദിക്കുമ്പം നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് വിഷമമുണ്ടെന്ന്. പോകേണ്ടവർക്ക് പോകാം, ഞാൻ ആരെയും തടയില്ല. പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല, ഇവൻ എൻ ജ്വല്ലറിയുടെ മാനേജറായിട്ട് പോകാൻ പോവാച്ചാ. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമ്പോ പൂജയൊക്കെ നടക്കാറുള്ളതല്ലേ, അതെന്താ അത് നടത്തരുതെന്ന് ഞാൻ പറഞ്ഞോ എന്ന് മുത്തശ്ശൻ അന്നേരം ജലജോടി ചോദിച്ചു. അഭി ഇങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നീ പൂജയൊക്കെ നടത്തിക്കോ, പക്ഷെ ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യരുതെന്ന് നീ നിന്റെ മോനൊന്ന് ഉപദേശിച്ചു കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികളെ ഇവനേക്കാൾ കൂടുതൽ മുത്തശ്ശന്റെ മൂത്ത കൊച്ചുമോൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു നവ്യ. എല്ലാവരും ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം, അതൊന്നും ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു നവ്യയോട് മുത്തശ്ശൻ. അവനവൻ ചെയ്തതിന്റെ ഫലം എപ്പോഴായാലും അതിന്റെ ഇരട്ടിയായിട്ട് അനുഭവിക്കേണ്ടി വരും എന്നും മുത്തശ്ശൻ നവ്യക്ക് നല്ല മറുപടിയും കൊടുത്തു. തമ്മിപ്പോയി നവ്യ. പിന്നെ നിന്നോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവനെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്ന്. മുത്തശ്ശൻ നവ്യക്ക് കൊടുത്ത ഉപദേശമാണ്, അതൊന്നും കാര്യമില്ല. എന്നാലും മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ ചെയ്താലേ പിന്നീട് ഒരു ദിവസം നീ ശരിക്കും കരയേണ്ടി വരുമെന്നും മുത്തശ്ശൻ പറയുക. അതും പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അത്രയും പറഞ്ഞ് മുത്തശ്ശൻ പോയപ്പോഴത്തേക്കും എന്റെ പൊന്നോ, എന്തൊക്കെ പറഞ്ഞാലും കിളവന്റെ നാവിൽ നിന്ന് നല്ലതൊന്നും വരത്തില്ല എന്ന് ജലജ പറയാ. അതുകൊണ്ട് ഇപ്പൊ കരയുന്നതേ അങ്ങേരല്ലേ അമ്മേ, തലയിൽ കൊണ്ടു നടന്നത് ആദർശിനെ. എന്നിട്ട് ആ തലയിൽ തന്നെ അവൻ ചവിട്ടിയില്ലേ എന്നൊക്കെ അഭി ചോദിക്കും കേട്ടോ. മൂർത്തി ജ്വല്ലറി താഴോട്ട് പോയില്ലേന്ന്. അപ്പോഴത്തേക്കും ജലജ, അത് തന്നെയാണ് അങ്ങേര് പറഞ്ഞിട്ട് പോയതും, അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവന് കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടിക്കൊണ്ടും ഇരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ. അപ്പോഴത്തേക്കും നവ്യ നിന്ന് ചിരിക്കുവാണ്. കൊടുക്കാവുന്ന പരമാവധി ഉപദേശങ്ങൾ എല്ലാരും കൊടുത്തതാ, എന്നിട്ടും പഠിക്കാത്ത നവ്യക്ക് ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് പാവം നവ്യ പോലും അറിയുന്നില്ല. അമ്മയും മോനും കൂടി ഇതൊക്കെ കേട്ടവിടെ ചിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും വരുന്നു. എല്ലാവരെയും കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം നമ്മുടെ നയനയ്ക്ക്. നന്ദു ആണെങ്കിൽ ഒരു സാരിയൊക്കെ ഉടുത്ത് വന്നു. അപ്പോഴത്തേക്കും ചേച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അനിയത്തി കെട്ടിപ്പിടിച്ചു. അപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് പയ്യൊക്കെ വന്നാൽ മതി മോളെ എന്ന് പറയാൻ നയനയുടെ. എല്ലാരും എത്തിയോന്ന് ചോദിച്ചപ്പം ആദർശേട്ടൻ്റെ അമ്മ ഇന്നലെ എത്തി, ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ വരുമെന്ന് പറഞ്ഞു നയന. പറഞ്ഞു തീർന്നില്ലാതെ എല്ലാവരും വരുന്നു. അവരും എത്തിയാലോ എന്ന് പറഞ്ഞ് നയന ഇങ്ങനെ നിൽക്കുമ്പോ നന്ദു അനി ഇറങ്ങുന്നത് കാത്തു നിൽക്കുക. നന്ദു ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അനി വേറെ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അത് കണ്ട നന്ദുവിന്റെ മനസ്സങ്ങോട്ട് വല്ലാതായി കേട്ടോ. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നന്ദുവിന്റെ മുഖം വല്ലാതായി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് മുത്തശ്ശി നന്ദിനെ കെട്ടിപ്പിടിക്കുന്നു. ഉമ്മയൊക്കെ കൊടുത്തു. മുത്തശ്ശിക്ക് ഇന്നലെ അമ്മയ്ക്കൊപ്പം വന്നൂടായിരുന്നു ചോദിക്കുമ്പം ഇടയ്ക്കൊക്കെ അങ്ങനെ വരാം, സമയം കിടക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി. അപ്പൊ നന്ദു ഇങ്ങനെ വിഷമിച്ച് അനിയെ നോക്കുക. അനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അപ്പോ നന്ദുവിനെ നോക്കി രണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ അനി. നന്ദു ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട് നന്ദു അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ അതെ ഇവൻ ആകെ വിഷമത്തില. എല്ലാം ആദർശിനെ ഏൽപ്പിച്ച് ഫ്രീ ആകണമെന്ന് പറഞ്ഞ് നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയെ പറ്റി വിശേഷങ്ങൾ ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പം ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ജയനെ. അപ്പൊ ഇങ്ങനെ എല്ലാരും കയറിപ്പോയി. അപ്പോഴത്തേക്ക് അവന്തിക ഈ അനിയെ ശ്രദ്ധിച്ചു. അല്ല എന്തു പറ്റി അനിയേട്ടാ ഇവിടെ വന്നപ്പോ ഒരു മൂടപ്പ്, എന്താ കാര്യമെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് കയറിപ്പോയി. അനി ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് ഇങ്ങനെ നിൽക്കാൻ നന്ദുവിന് അത് ഭയങ്കര സങ്കടമായെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം മുറിയിൽ ദേവയാനി നയനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ചന്തമോള് തൊട്ടരികിൽ ഇരിപ്പുണ്ട്. നന്ദു ആണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നു. ഇത് നയന ശ്രദ്ധിച്ചു, ദേവയാനിയും ശ്രദ്ധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ നന്ദുവിനെ കുറെ നേരം നോക്കിയിട്ട് നന്ദുമോളെന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അവളിപ്പോ വലിയ SI അല്ലേ, അതുകൊണ്ട് സീരിയസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു നയന. അപ്പോ എനിക്കൊരു സീരിയസ്നെസ്സും ഇല്ല, ആന്റി മാറിക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു നന്ദു. ശരി ആയിക്കോട്ടെ. അപ്പോഴത്തേക്കും ദേവയാനി കൊച്ചിനെ കളിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ചന്തുമോളെ. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നന്ദു നയനെ ഒരുക്കുവാണ്. അപ്പൊ അങ്ങനെ അനിയുടെ അമ്മയും നമ്മുടെ അമ്മയും ഒക്കെ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിക്കൂ എന്നുള്ള ബോധമൊക്കെ നിനക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞു. നീ അനിയോട് ഒരുപാട് മിണ്ടാൻ പോലും പോകണ്ടെന്ന് നയനെ പറഞ്ഞു കൊടുക്കും. അതിന് ഞാൻ അനിയെ കാണാനല്ലല്ലോ വന്നത്, ചേച്ചിയുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനല്ലേ എന്ന് ചോദിച്ചു നന്ദു. അല്ല, ഫംഗ്ഷന് പങ്കെടുക്കുന്നതിനിടയ്ക്ക് നിന്റെ ശ്രദ്ധ തിരിഞ്ഞു പോവണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇതാ ഞാൻ വരാത്തതെന്ന് നന്ദു പറയുമ്പം അതെ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കിയാൻ ഇന്ന് നയന പറയാം. രണ്ടും കൂടി എന്നോട് പറയരുത് കേട്ടോ, അല്ലെങ്കിൽ തന്നെ മൂട് മുഴുവൻ പോയിരിക്കുകയാണെന്ന് നന്ദു. നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അല്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛനും എന്നോട് ഇതൊക്കെ തന്നെ പറഞ്ഞു. എന്തിനാ ഇതൊക്കെ ഏത് നേരം എന്നോട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എടുത്ത സാരിയാണോ ഇത് എന്ന് നയന ചോദിച്ചു. അപ്പൊ അല്ലാണ്ട് പിന്നെ ആരെടുക്കാനാണെന്ന് നന്ദി ചോദിക്കുകയാണ്. അന്നേരം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നിനക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നയന. അപ്പൊ അങ്ങനെ
എനിക്ക് ഇതത്ര നന്നായിട്ടൊന്നും തോന്നുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോ, ഹാ അത് ശരി, അപ്പൊ അങ്ങനെയുള്ള സാരിയാണോ നീ എടുത്തത്? ഉം എടുത്തപ്പോ കൊള്ളാന്നൊക്കെ തോന്നിയതാ, ഉടുത്തപ്പം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പൊ വളരെ നന്നായിട്ടുണ്ട്, വളരെ. പിന്നെ നിനക്കേ ഷർട്ടും ജീൻസും ഇടുന്നതിനേക്കാളും നല്ലത് ഈ സാരിയൊക്കെ തന്നെ ആട്ടോ ഒന്ന് നയന. എന്ന് വെച്ച് സാരി ഉടുത്തിട്ട് പെണ്ണാവാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. അങ്ങനത്തെ അവൻ ഞാൻ കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ ചേച്ചി ഇത് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായേനെന്നും അവനിങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് നമ്മുടെ നന്ദു മനസ്സിൽ പറയുക ആ സമയത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മോളിങ് വന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ മുത്തശ്ശി? അതൊക്കെ ഉണ്ട്, പറയാം, മോളിങ് വാ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ വിളിക്കപ്പോ എന്താന്ന് ചോദിച്ചു നയനെ ഇങ്ങനെ നിൽക്കുന്നു. സമയത്ത് മുത്തശ്ശൻ അവിടെ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. വീഡിയോ കോള് വന്നില്ല, അതുകൊണ്ട് ഫോണും നോക്കിയിരിക്കുന്ന നമ്മുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് ജലജ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ അച്ഛന്റെ മുഖത്ത് ഭയങ്കര ടെൻഷനുണ്ട്. അച്ഛാ എന്നും പറഞ്ഞു വന്നൊരു വിളി. ആ സമയത്ത് അച്ഛൻ നോക്കുമ്പോ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അച്ഛന്. എന്നാലും അമ്മ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു അച്ഛാ. എന്ത്? അല്ല, അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ടേ അമ്മ ഒരിക്കലും ഈ ഫംഗ്ഷന് പോകരുതായിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, 1000 നാവുള്ള നീയില്ലേ, പിന്നെ നിന്റെ മോനും മരുമോളും ഇല്ലേ എന്ന് മുത്തച്ഛൻ ചോദിച്ചു. ജലജ ചമ്മിപ്പോയി. അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ അച്ഛാ, നിനക്കിപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിച്ചു മുത്തച്ഛൻ. എനിക്കറിയാം അച്ഛന്റെ മനസ്സ്, നിനക്ക് എന്റേന്നല്ല ഈ ലോകത്തുള്ള ആരുടെയും മനസ്സറിയാൻ പറ്റത്തില്ല. അതാണ് നിന്റെയും നിന്റെ മോന്റെയും പരാജയം എന്ന് പറഞ്ഞു മുത്തശ്ശൻ. ഈ കിളവന് നല്ല അസ്വസ്ഥതയുണ്ട്, എന്നിട്ട് സംസാരിക്കുന്ന സംസാരം കേട്ടില്ലേ? ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ജലജയോട് ചോദിച്ചപ്പം ഉണ്ടക്കണ്ണും തുറച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതെല്ലാവർക്കും ഒരുപാട് നന്ദി.